നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിലെ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറും എ പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ. ജനങ്ങളെ കേട്ട് ചേർത്തു നിർത്തി മുന്നോട്ടു പോകുമെന്ന് എ പ്രസാദ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി കപ്പൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച TK സുനിൽകുമാറിനെ തിരഞ്ഞെടുത്തു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിളംബരമായി ക്രിസ്തുമസ്. ലോകം ആഘോഷ നിറവിൽ. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിൽ പങ്കെടുത്തത് പതിനായിരങ്ങൾ. വർണ്ണാഭമായി കുളപ്പുള്ളി അന്തിമഹാകാളൻകാവ് താലപ്പൊലി. പൈങ്കുളത്ത് റോഡ് നവീകരണം തടഞ്ഞ നാട്ടുകാർ. നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആക്ഷേപം. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം 3 മാസത്തിലേറെയായി സ്തംഭനാവസ്ഥയിൽ. കുളപ്പുള്ളി IPT പരിസരത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് വാടാനംകുറിച്ചി സ്വദേശി ആനന്ദൻ. അപകടം ബൈക്കും KSRTC ബസും കൂട്ടിയിടിച്ച്. നെല്ലിയാമ്പതിക്ക് വിളവെടുപ്പ് കാലം. ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ ശീതകാല പച്ചക്കറി വിളവെടുപ്പ് തുടങ്ങി. ഫാമിലെ ഓറഞ്ച് തോട്ടങ്ങളിൽ ഇടവേളയായി ശീതകാല പച്ചക്കറി കൃഷി നടത്തുന്നത് 10 ഏക്കറോളം സ്ഥലത്ത്. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയറായി എ പ്രസാദിനെയും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വികസനത്തിലൂന്നിയ ജനക്ഷേമകരമായ ഭരണത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറും എ പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ കോർ കമ്മിറ്റി നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന KPCC നേതൃത്വവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ദീർഘകാലം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ എ പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. തന്റെ വീട്ടിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കും ജോസഫ് ടാജറ്റ് മറുപടിയുമായി രംഗത്തെത്തി. സുരേഷ് ഗോപി വീട്ടിൽ ലൈറ്റിട്ടതുകൊണ്ട് മതമൈത്രി ആകില്ലെന്നും ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടതെന്നുമായിരുന്നു പ്രതികരണം. സുരേഷ് ഗോപി വീട്ടിൽ ലൈറ്റിട്ടതുകൊണ്ട് മതമൈത്രിയാവില്ല. സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടത്. എന്നാൽ മാത്രമാണ് മതമൈത്രി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇത്രയും കാഴ്ചയുള്ള കണ്ണാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് സുരേഷ് ഗോപിക്ക്. പട്ടാപ്പകൽ ഇത്ര വലിയ അക്രമം നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ട് അതൊക്കെ കൗൺസിലറിൻ്റെ പാർട്ടിക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ വളരെ സഹതാപം തോന്നുകയാണ്. തന്നെ മേയറായി തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് നിയുക്ത മേയർ നിജി ജസ്റ്റിൻ പ്രതികരിച്ചു. തൃശൂരിൻ്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്നും ദൈവത്തിന് നന്ദിയെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ക്രിസ്മസിൻ്റെ ദിനമാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ്. ആ ദിവസം തന്നെ ഇങ്ങനൊരു പദവിയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു. പാർട്ടി എത്ര വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. അടുത്ത 5 വർഷം നമുക്ക് കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടായ പ്രവർത്തനത്തോടെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതായത് പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി കാര്യങ്ങൾ തീരുമാനിച്ച് തൃശ്ശൂർ ജില്ലാ ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു തൃശ്ശൂരിൻ്റെ സമഗ്രമായ അടിസ്ഥാന വികസനത്തിന് ആദ്യം മുൻഗണന കൊടുക്കും. ഒപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മറുവശത്ത്
അതിനും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ കേട്ട് ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്ന് നിയുക്ത ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് പ്രതികരിച്ചു. പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തർക്കങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ടു പോകും. പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവരുടേതുമാണെന്നും എ പ്രസാദ് ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDFിൻ്റെ ഭരണത്തിനെതിരെ ജനവിധിയാണ് തൃശ്ശൂരുണ്ടായിട്ടുള്ളൂ. ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകാതെ ധിക്കാരപരമായിട്ടാണ് LDFിൻ്റെ ഭരണസമിതി മുന്നോട്ട് പോയത്. സ്വാഭാവികമായും ജനങ്ങളുടെ ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം, കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി കപ്പൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച TK സുനിൽകുമാറിനെ തിരഞ്ഞെടുത്തു. DCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനം. തിരുപ്പിറവിയുടെ ശുഭസന്ദേശമായി ക്രിസ്തുമസ്. ലോകം ആഘോഷ നിറവിലാണ്. തൃശൂർ മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മങ്ങളും പാതിരാ കുർബാനയും നടന്നു. സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തിയാണ് തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചത്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്ര അലങ്കാരങ്ങളും ആഘോഷത്തിന് മെഴിവേകി. ക്രിസ്മസിനെ സ്വാഗതം ചെയ്ത് കേക്ക് മുറിക്കലും കരോളും നടന്നു. തൃശൂർ മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മങ്ങളും പാതിരാ കുർബാനയും നടന്നു. ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങൾക്ക് CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മേഖലയിലെ മറ്റ് ദേവാലയങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുപ്പിറവി കർമ്മങ്ങളും പ്രത്യേക പ്രാർത്ഥന, കലാപരിപാടികൾ എന്നിവയും നടന്നു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഷൊർണൂർ മേഖലയിലെ സെന്റ് ആഗ്നസ് ദേവാലയം ഉൾപ്പെടെയുള്ള വിവിധ ചർച്ചുകളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. ഷൊർണൂർ ടൗണിലെ സെന്റ് പോൾസ് ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് കലാപരിപാടിക്ക് പുറമെ വ്യാഴാഴ്ച രാവിലെ 7:30 മണി മുതൽക്കായിരുന്നു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. ഫാദർ പ്രിൻസ് ജോർജിന്റെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ഇടവകയിലെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തിരുപ്പിറവിയുടെ ഭാഗമായി സെന്റ് ആഗ്നസ് ചർച്ചിൽ 24 രാത്രി 10:30 തിരുപ്പിറവി കർമ്മങ്ങൾ ആരംഭിച്ചു. പുലർച്ചെ 1 മണിവരെ ചടങ്ങുകൾ നീണ്ടുനിന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ KSEB ജീവനക്കാരുടെ ക്രിസ്തുമസ് പുതുവത്സര സുരക്ഷാ സന്ദേശ ഘോഷയാത്ര നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്രയിലൂടെ വൈദ്യുതി ഉപയോഗത്തിൽ ആവശ്യമായ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം, അനധികൃത കണക്ഷനുകൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത, തുറന്ന വയറുകൾ, തകരാറിലായ വൈദ്യുതി ഉപകരണങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചു. ഉത്സവകാലത്ത് സുരക്ഷിതമായ വൈദ്യുതി ഉപയോഗം ഉറപ്പാക്കുന്നതിലൂടെ അപകടങ്ങൾ ഒഴിവാക്കുവാനും ജീവനും സ്വത്ത് സംരക്ഷിക്കാനും സാധിക്കുമെന്ന് KSEB ജീവനക്കാർ അറിയിച്ചു. വൈദ്യുതി സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഇതിന് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും ഘോഷയാത്രയിലൂടെ ഓർമ്മിപ്പിച്ചു. എഞ്ചിനീയർമാരായ ഷഫീഖ്, പ്രകാശ്, ഓവർസിയർ നാരായണൻകുട്ടി, സീനിയർ അസിസ്റ്റന്റ് ഷംല തുടങ്ങിയവർ സുരക്ഷാ സന്ദേശം നൽകുകയും സ്റ്റാഫ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല കാരുണ്യ ഭവനിൽ ഇറാൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. മങ്കര CI മനോജ് K. ഗോപി കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അതിനുള്ള ഒരു തെളിവാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാനിവിടെ വരാനും എന്നെ ഇവിടേക്ക് ക്ഷണിക്കാൻ നിങ്ങളുടെ ഷംസ് അതിന് തയ്യാറായിരുന്നു. അപ്പോ
ആരെങ്കിലുമൊക്കെ നമുക്കുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ നിങ്ങൾക്കായാലും ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അതിനുള്ള തന്നെ കാര്യമില്ല. നല്ലൊരു ക്രിസ്മസ് പുതുവത്സരാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് കാരുണ്യഭവനം സെക്രട്ടറി ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SI സുരേഷ് കുമാർ, പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുരിശി, KKA റഹ്മാൻ കല്ലൂർ, AV രവി എന്നിവർ സംസാരിച്ചു. കാരുണ്യഭവനം മാനേജർ K മുബാറക് സ്വാഗതവും ഷംസുദ്ദീൻ മാങ്കുരിശി നന്ദിയും പറഞ്ഞു. മങ്കര CIക്ക് പരിസ്ഥിതി പ്രവർത്തകർ വൃക്ഷത്തൈകൾ ഉപഹാരം നൽകി. ഇറാൻ ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്മസ് ആഘോഷം അന്തേവാസികൾക്കൊപ്പം സംഘടിപ്പിച്ചത്. തുടർന്ന് അന്തേവാസികളുടെ കലാപരിപാടികളും ഉണ്ടായി. വെള്ളിപ്പണം ഉന്നിടത്തിൽ കെട്ടിക്കിടക്ക്, വെട്ടിപ്പയം ഉന്നിടത്തിൽ என்ன இருக்கு, சத்தியத்தை பேசுகின்ற நெஞ்சம் இருக்கு, உத்தமனா நீ நடந்த மிசனுருக்கு, സത്യത്തെ നമ്പു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചുവന്ന ഗേറ്റ് IPT കോളേജിന് സമീപം KSRTC ബസ് ബൈക്കിലിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടനംകുഷി പോയിലൂർ സ്വദേശി മരണപ്പെട്ടു. പടിഞ്ഞാക്കര വീട്ടിൽ 41-കാരനായ ആനന്ദനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ചുവന്നകേറ്റ് IPT കോളേജിന് മുൻവശത്തായിരുന്നു അപകടമുണ്ടായത്. KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വാരണാസി പോയിലൂർ സ്വദേശി പടിഞ്ഞാക്കര വീട്ടിൽ 41-കാരനായ ആനന്ദനാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 7 മണിയോടുകൂടിയായിരുന്നു മരണം. ഒപ്പമുണ്ടായിരുന്ന മകൻ ദേവാനന്ദൻ ചെറിയ പരിക്കുകളോടെ വീട്ടിൽ വിശ്രമത്തിലാണ്. വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന കരിങ്കൽ ക്വാറിയിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. പൈങ്കുളം പാഞ്ഞൽ ആലിൻചൂട് മുതൽ സദേൻ സഹാറ ക്വാറി വരെ നീളുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് നാട്ടുകാർ തടഞ്ഞത്. റോഡ് നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും അശാസ്ത്രീയതയും ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സദേൻ സഹാറയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് BMBC നിലവാരത്തിൽ നടത്തുന്ന നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും അശാസ്ത്രീയതയും ഉണ്ടെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. നിലവിൽ 6 മീറ്റർ മാത്രം വീതിയുള്ള പഞ്ചായത്ത് റോഡിലൂടെ 10 ടണ്ണിലധികം ഭാരമുള്ള കരിങ്കൽ വഹിച്ചുകൊണ്ടുള്ള ടോറസ് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ ദിവസം ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങൾ മറികടന്ന് ഭാരം വഹിച്ചുള്ള ലോറികൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കാനാണ് നിലവിലെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയോ വീതി കൂട്ടുകയോ ചെയ്യാതെ നടത്തുന്ന ഈ പ്രവൃത്തി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. 15-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അവിടെ ഈ വിഷയം പെട്ടെന്ന്, അതായത് റോഡിൻ്റെ വീതി കൂട്ടാൻ സദേൺ സഹാറ എന്ന പ്രൈവറ്റ് കമ്പനി ക്വാറിക്ക് വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം പറഞ്ഞിട്ട് ഒരു അപേക്ഷ അവർ വെച്ചു. ഇത് വന്നത് ജനങ്ങളുടെ പ്രക്ഷോഭം പ്രമാണിച്ച് അവർ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു തീരുമാനമാണിത്. ഇത് ഒരു ചർച്ചയ്ക്ക് ഒരു ഗ്രാമസഭയിൽ അവതരിപ്പിക്കാനോ കാത്തു നിൽക്കാതെ 20-ാം തീയതി അവസാനത്തെ കമ്മിറ്റി, അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അവസാനത്തെ സമിതിയുടെ അവസാനത്തെ മീറ്റിംഗ് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് അവസാനം പോയിട്ട് AE ഓവർസിയർ എല്ലാവരും ഒപ്പുവെച്ച് ഈ പ്രമേയം അവർ പാസ്സാക്കി. അതായത് CSR ഫണ്ടിൻ്റെ ഭാഗമായി സദേൺ സഹാറയ്ക്ക് ഈ റോഡ് സ്വന്തം ഇതിൽ പണിയാനുള്ള അവകാശം കൊടുത്തു. CSR നിയമം വെച്ചിട്ട് അവർ ആ ഫണ്ട് പഞ്ചായത്തിൽ കെട്ടിവെക്കുകയാണ് വേണ്ടത്. ഈ റോഡ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതിലെന്തെങ്കിലും നവീകരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് നിലനിൽക്കുകയാണ്. അതായത് സെക്ഷൻ 169, സെക്ഷൻ 170, സെക്ഷൻ 220 അതിൽ നിലനിൽക്കുകയാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. ഭരണസമിതി ഇറങ്ങിപ്പോണ സമയത്ത് ചെയ്തു വെച്ചാണ്. പുതിയ മെമ്പർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല, കാര്യങ്ങളുടെ വിശദവുമില്ല. പഴയ ഭരണസമിതി ഇത് എഴുതി വെച്ച് പോയതാണ്. അതിൽ ഒരു അഴിമതി ഉണ്ടെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. എന്തെന്നാൽ ആദ്യമായിട്ട് 15-ാം തീയതി ഈ ഒരു മുമ്പോട്ട് വരികയും റിക്വസ്റ്റ് വരികയും 20-ാം തീയതിക്കുള്ളിൽ AE എസ്റ്റിമേറ്റ് ഇടലും AE ഓവർസിയർ വന്ന് കാണലും എല്ലാം ചെയ്തുകൊണ്ട് 21 ഇന്ന് പണി തുടങ്ങി. അതിൽ എല്ലാവിധ അഴിമതികളും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ജനങ്ങൾ ഒന്നുകൂടി ഇതിനെ വീണ്ടും ഒന്ന് ചർച്ച ചെയ്ത് പുതിയ ഭരണസമിതി ഇതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കണം. CSR ഫണ്ടിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. പല സെക്ഷനുകൾ, അതായത് സെക്ഷൻ 3, സെക്ഷൻ 165, സെക്ഷൻ 166 പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. ഒരു ഗ്രാമസഭ വെച്ച് ജനങ്ങളുടെ തീരുമാനം, എന്താ വെച്ചാൽ പഞ്ചായത്ത് സ്വത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ കൂടി അനുവാദത്തു കൂടി മാത്രമാണ് വേറെ വ്യക്തിക്ക് കൈമാറേണ്ടത്. ആലിൻചൂട് മുതൽ പൈങ്കുളം UP സ്കൂൾ വരെയുള്ള കണക്ഷൻ റോഡ് മുഴുവനായും
BMBC നിലവാരത്തിൽ നവീകരിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. നിലവിലെ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി പാതയോരത്തെ മരങ്ങൾ മുറിച്ചും വൈദ്യുത പോസ്റ്റുകൾ വശങ്ങളിലേക്ക് മാറ്റിയിട്ടും ഫുട്പാത്തും കാനയും നിർമ്മിച്ച കൃത്യമായ പദ്ധതി ആവിഷ്കരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിനായി വ്യക്തമായിട്ടൊരു നിയമ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ ഈ റൂട്ടിലൂടെ കോടതി വിധി പ്രകാരം 12 ടൺ വരെ പോകാവുന്ന വണ്ടികളെ പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമം നിലയിലത്തെ സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ള സെക്രട്ടറിക്ക് പോലും അറിയുന്നില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കാൻ ഞങ്ങൾ 2 മാസമായി നിരന്തരം ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി ഞങ്ങൾ ആ ബോർഡ് സമർപ്പിച്ചു. അതിനുശേഷം ഇന്ന് ഇതേ കോറിക്ക് എന്തനുമതിയുടെ പേരിലാണെന്നറിയില്ല, അതിന് പ്രത്യേകമായ രേഖയോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങൾ ബോർഡ് സമർപ്പിച്ച ശേഷം ഇന്ന് കാലത്ത് അവരുണ്ട് റോഡിൻ്റെ ഇരുഭാഗങ്ങളും കൂടി JCB കൊണ്ട് മാന്തി അവർ റോഡ് വീതി കൂട്ടാൻ നോക്കുന്നു. ഇതാരെ അനുമതി കൊടുത്തു എന്നറിയില്ല. ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും ഒന്നടങ്ങ് വീണ്ടും ഈ സംരംഭം നടത്തിയിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള മുൻനടപടികൾ സെക്രട്ടറി എത്രയും പെട്ടെന്ന് കൈക്കൊണ്ട് ഇതെന്താണോ ഇതിന് രേഖ, എന്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായ നടപടി ഇതിൻ്റെ മേലധികാരികൾ പറയുന്നു. കമ്പനിയുടെ സ്വകാര്യ ലാഭത്തിനല്ല, മറിച്ച് പ്രദേശവാസികളുടെ പൊതുവായ ഗുണത്തിനാകണം CSR ഫണ്ട് വിനിയോഗിക്കേണ്ടതെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ജനങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കിയതോടെ പ്രദേശം വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചയ്ക്ക് വേദിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ ശീതകാല പച്ചക്കറി വിളവെടുപ്പിന് തുടക്കമായി. കെ ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫാമുകളിലൊന്നായ ഇവിടെ 10ഓളം ഏക്കറിലാണ് ഇത്തവണ പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത്. മികച്ച കൃഷിരീതികളും ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് സാങ്കേതികവിദ്യയും ഉപയോഗിച്ചാണ് കഴിഞ്ഞ 2 വർഷമായി കൃഷി ചെയ്യുന്നത്. ഫാമിലെ ഓറഞ്ച് തോട്ടങ്ങളിൽ ഇടവിളയായാണ് പച്ചക്കറികൾ വളർത്തുന്നത്. കേരളത്തിലെ ഫാമുകളിൽ ഈ ഹൈടെക് ഫാമിംഗ് രീതി ഇത്രയും വ്യാപകമായി ചെയ്യുന്നത് നമ്മുടെ നെല്ലിയാമ്പതി ഫാമിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളത് ഓറഞ്ചിലേക്കും ദീർഘകാല വിളകളിലേക്കും പേരക്ക ഉൾപ്പെടെയുള്ള മറ്റു വിളകളിലേക്കും ഒക്കെ നമ്മൾ ഹൈടെക് രീതികൾ നമ്മൾ വ്യാപിപ്പിച്ച് വരികയും ആദ്യം വരെയും മൂടൽ മഞ്ഞും മഴയും ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് പച്ചക്കറി കൂടുതൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഓഗസ്റ്റിൽ തുടങ്ങാൻ പറ്റിയിരുന്നു. ഈ വർഷം അതിൻ്റെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ അടുത്തൊരു ഏപ്രിൽ മാസം വരെ നമുക്ക് ഈ ഫാമിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഹാർവെസ്റ്റ് ചെയ്ത് വിവിധ ഘട്ടങ്ങളിലായി നമ്മുടെ നഴ്സറികൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ നമ്മൾ ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലൂടെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫാമിലെ ഇവിടെയും കുന്നത്തുവാടിയും അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസിന്റെ പരിസര പ്രദേശത്തൊക്കെയുള്ള ബ്ലോക്കുകൾ 3-4 ബ്ലോക്കുകളിലായിട്ടാണ് പ്രാവശ്യം നമ്മൾ പച്ചക്കറി ചെയ്യുന്നത്. കോളിഫ്ലവർ, കാബേജ്, ബീട്രൂട്ട്, കാരറ്റ്, ബ്രോക്കോളി, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങി 30ഓളം ഇനം പച്ചക്കറികളാണ് വിളവെടുപ്പിന് തയ്യാറായത്. ഏപ്രിൽ മാസം വരെ വിളവെടുപ്പ് തുടരും. നൂതന കൃഷിരീതികൾ നടപ്പിലാക്കിയതോടെ തൊഴിലാളികളുടെ അധ്വാനം കുറയുകയും ഉൽപാദനത്തിലും ഗുണമേന്മയിലും വലിയ വർധനവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ പോളി ഹൗസുകളിൽ സാലഡ് വെള്ളരി, സ്ട്രോബെറി എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. നെല്ലിയാമ്പതി സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കായി ഫാം ഗേറ്റിന് സമീപം പ്രത്യേക വിപണന കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതത് ദിവസം വിളവെടുക്കുന്ന ഫ്രഷ് പച്ചക്കറികൾ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കും. കൂടാതെ ജാം, ജെല്ലി, അച്ചാർ തുടങ്ങി കേരള ഗ്രോ ബ്രാൻഡിലുള്ള 60ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നടീൽ വസ്തുക്കളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഫാം സൂപ്രണ്ട് സാജിദ് അലി, കൃഷി ഓഫീസർ ദേവി കീർത്തന എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്നാണ് ഫാമിനെ മികച്ചൊരു കൃഷിയിടമായി നിലനിർത്തുന്നത്. വാർഡംഗങ്ങളായ അബിത പ്രശാന്ത്, ദിലീപ് എന്നിവരും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ D രാജൻ, ഹരിഹരൻ, ജോസഫ്, ഫാം മാനേജർ ദേവി കീർത്തന എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി അന്തിമഹാകാളൻകാവ് താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു. ക്ഷേത്ര നഗര പ്രദക്ഷിണത്തിന് ശേഷം കുടമാറ്റവും നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും തായമ്പകയും ഉണ്ടായി. വൈകിട്ടോടുകൂടി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആഘോഷങ്ങൾ നഗരപ്രദക്ഷിണവും തുടർന്ന് ക്ഷേത്രത്തിലേക്ക് വരവും ഉണ്ടായിരുന്നു.
പഞ്ചവാദ്യത്തിൻ്റെയും പാണ്ഡിമേളത്തിൻ്റെയും പൂതൻതിറകളുടെയും തെയ്യം, കാവടി, നാദസ്വരം തുടങ്ങിയ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു നഗരപ്രദക്ഷിണം. തുടർന്ന് രാത്രിയോടുകൂടി ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ സംഗമിച്ചു. 26-ന് പുലർച്ചെ താലം എഴുന്നള്ളിപ്പ്, താലംകുളത്തൽ എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം 5:30-ന് കൂറ വലിക്കുന്നതോടുകൂടി ഇത്തവണത്തെ താലപ്പൊലി മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പൊട്ടുപാറ ഗണപതി ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശിങ്കാരിമേളവും വിവിധ കലാരൂപങ്ങളും വേലയ്ക്ക് അകമ്പടിയായി. രാവിലെ അഭിഷേകം, ഗണപതി ഹോമം എന്നിവ നടന്നു. വൈകിട്ട് പള്ളിപ്പടിയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വേല എഴുന്നള്ളിപ്പുണ്ടായി. ശിങ്കാരിമേളവും വിവിധ കലാരൂപങ്ങളും വേലയ്ക്ക് അകമ്പടിയായി. വൈകിട്ട് ക്ഷേത്രത്തിൽ പാണ്ഡിമേളം, ദീപാരാധന എന്നിവയുണ്ടായി. രാത്രി 10-ന് കല്ലൂർ രാമൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പകയും ഉണ്ടായി. വ്യാഴാഴ്ച പുലർച്ചെ ഗജവീരന്റെ അകമ്പടിയോടെ വീണ്ടും ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പോടെ താലപ്പൊലിക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാവാൻ ഒരുങ്ങുന്ന NS വർഗീസിന് ഇത് 3ാം ഊഴം. 27-ന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ NS വർഗീസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടും. ജനങ്ങൾ വിശ്വസിച്ച വിശ്വാസമാണ് തന്നെ വിജയത്തിൽ എത്തിച്ചതെന്ന് NS വർഗീസ് പറഞ്ഞു. 3ാമതും പ്രസിഡന്റായി സ്ഥാനമേൽക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആറ്റൂർ നെടുമറ്റത്ത് വീട്ടിൽ 78 വയസ്സുള്ള NS വർഗീസ്. ഇപ്പോൾ അങ്ങ് 3ാമത്തെ ഹാട്രിക്ക് ജയത്തോടു കൂടിയിട്ട് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്നാണ് പ്രവചനം വന്നിരിക്കുന്നത്. എന്താണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അത് സംബന്ധിച്ച് പറയാനുള്ളത് UDF തീർച്ചയായിട്ടും മുള്ളൂർക്കര പഞ്ചായത്തിലെ ജനങ്ങളെ വോട്ടർമാർ UDFന് അംഗീകാരം തന്നിരിക്കുകയാണ്. ഈ അംഗീകാരത്തിന് വളരെ വിനയത്തോടു കൂടി തന്നെ വോട്ടർമാരോട് ഞങ്ങൾ നന്ദി പറയുന്നു. വോട്ടർമാർ ജനങ്ങളും ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള പഞ്ചായത്ത് ഭരണ സംവിധാനം ഞങ്ങൾ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി മുന്നോട്ട് പോകും. വാർദ്ധക്യം വകവയ്ക്കാതെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ LDF NDA കൂടാതെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും തോൽപ്പിച്ച് പോൾ ചെയ്ത 906 വോട്ടിൽ 106 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ഇദ്ദേഹം വിജയിച്ചത്. രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിയും ഈ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. UDF സംവിധാനത്തിനകത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനങ്ങളാണ്. ഞങ്ങളുണ്ടാക്കിയ പഞ്ചായത്ത് ഓഫീസിനെ ആ കെട്ടിടം മോടി പിടിപ്പിക്കാനായിട്ട് CPMന്റെ ഭരണകാലത്ത് സാധിച്ചു. അതൊഴിച്ചാൽ മറ്റൊന്ന് ഇവിടെ വളരെ വിശാലമായ ഇന്ന് ഈ ഉപയോഗിക്കുന്ന ഇന്ദിരാ പ്രിയദർശിനി കല്യാണ മണ്ഡപം, ഇവിടെ ഞങ്ങൾ കല്യാണ മണ്ഡപം നിർമ്മിച്ച കാലഘട്ടത്തിൽ അന്ന് സ്ഥിരമായി CPM ഞങ്ങൾക്കെതിരെ സമരം ചെയ്തതാണ്. ഇത്രയും ചെറിയ ഒരു പഞ്ചായത്തിന് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലും ഏറ്റവും സൗകര്യപ്രദമായി മുള്ളൂർക്കര ഹൃദയഭാഗത്ത് ഇങ്ങനൊരു കല്യാണ മണ്ഡപം ഞങ്ങൾ ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിൽ സ്ഥാപിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. LDFൽ നിന്നും ഇത്തവണ UDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. കോട്ടയത്ത് നിന്നും ആറ്റൂരിൽ താമസമാക്കിയ പരേതനായ സക്കറിയ അന്നമ്മ ദമ്പതികളുടെ 14 മക്കളിൽ രണ്ടാമനായാണ് ജനനം. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങളിൽ ഒട്ടനവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ തൃശൂർ DCC മെമ്പറാണ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമാണ് വികസനം യാഥാർത്ഥ്യമായതെന്ന് NS വർഗീസ് പറഞ്ഞു. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഈ പഞ്ചായത്ത് രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ AC തന്നെ പ്രഥമ പ്രസിഡന്റ് ആകണം എന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആഗ്രഹപ്രകാരം തന്നെ അദ്ദേഹം പ്രസിഡന്റായി. ഞങ്ങൾ ഒന്നിച്ച് ഒരു ടീമായി
അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വികസന മുന്നേറ്റം ഞങ്ങൾക്ക് ദീർഘകാലം UDF ഭരിച്ച സന്ദർഭങ്ങളിൽ ഞങ്ങൾക്കുണ്ടാക്കാനായിട്ട് സാധിച്ചു. സഹധർമ്മിണി പരേതയായ എൽസമ്മ, മകൻ ജിനോ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഒച്ചിന്റെ വേഗം. ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ച് 3 മാസം പിന്നിടുകയാണ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് 1 വർഷമായെന്നും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ MLA കരാറുകാരന് നിർദ്ദേശം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോട്ടായി സെന്ററിൽ വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ച് മലമ്പുഴ കലാലിനു മുകളിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയിട്ട് 3 മാസമായി. സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പരക്കെ ആക്ഷേപമുണ്ട്. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ഇടയിൽ പ്രധാന പാതയോരത്തെ മലമ്പുഴ മെയിൻ കനാലിനു മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കനാലിനു മുകളിൽ 65 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയിട്ട് 4 മാസമായിട്ടും തുടർപണികളൊന്നും നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പണി തുടങ്ങിയിട്ട് 1 വർഷത്തോളമായെന്നും പണി പൂർത്തീകരിക്കാൻ കരാറുകാരന് കർശന നിർദ്ദേശം നൽകാൻ PP സുമോദ് MLA ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പള്ളി SN കോളേജിലെ NSS യൂണിറ്റ് സപ്തദിന ക്യാമ്പിന് തുടക്കമായി. ഷൊർണൂർ SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലാണ് ക്യാമ്പ്. ഷൊർണൂർ പോലീസ് CI രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കുളപ്പള്ളി SN കോളേജിലെ NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് 24 ബുധനാഴ്ച ഷൊർണൂർ SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലാണ് തുടക്കം കുറിച്ചത്. പതാക ഉയർത്തിയതോടെ ക്യാമ്പിന് തുടക്കമായി. തുടർന്ന് നടന്ന ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI രവികുമാർ നിർവഹിച്ചു. വീട്ടിൽ നിന്ന് വിട്ട് നിന്നതിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതുണ്ടാവും. പിന്നെ അങ്ങോട്ട് സെറ്റാവും. ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പിരിയാനുള്ള സമയമാകുമ്പോഴേക്കും ഭയങ്കര വിഷമവും. ഇത്ര പെട്ടെന്ന് 7 ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞു എന്നൊക്കെ ഉള്ളൊരവസ്ഥയിലേക്ക് വരും. അതിനിടയ്ക്ക് നമ്മളായി കഴിയുന്ന രീതിയിൽ കുറേ ആർജിച്ചെടുക്കേണ്ടുന്ന കുറേ അറിവുകളും കുറേ അനുഭവങ്ങളും എല്ലാം നമ്മളിലേക്ക് കയറി വരും. നമ്മളായി കുറേ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. അങ്ങനെ വളരെ സംഭവബഹുലമായ ഒരാഴ്ചയാണ് നിങ്ങൾക്ക് വരുന്നത്. ചടങ്ങിൽ രവികുമാറിനുള്ള ഉപഹാരവും കൈമാറി. വാർഡ് കൗൺസിലർ EM രജിത അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ P രജനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ A കനകലത, PTA പ്രസിഡന്റ് സുദേശ് C മുകുന്ദൻ, അനന്തകൃഷ്ണ, C ഗിരിജ, ഡോക്ടർ AT മിഥുൻ, ശ്രീജ ടീച്ചർ, ഹരിത ടീച്ചർ, MK വിഘ്നേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 2ാം ദിനത്തിലും വിവിധ ക്യാമ്പ് പ്രവർത്തനങ്ങൾ നടന്നു. സപ്തദിന ക്യാമ്പിൽ 92 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വള്ളത്തോൾ നഗർ മേലെ വെട്ടിക്കാട്ടിരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വലിയുള്ളാഹി അവറുകളുടെ ആണ്ടുനേർച്ചയും ദുവാ സമ്മേളനവും വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചതായും ഭാരവാഹികൾ വ്യക്തമാക്കി. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ശ്രീ പുഷ്കരത്ത് ഉള്ള കുഞ്ഞിക്കോയ തങ്ങൾ മഖാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം 5 മണിക്ക് ഇസ്മായിൽ ഉണ്ണിക്കോയ തങ്ങൾ വെട്ടിക്കാട്ടിരി പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കും. തുടർന്ന് 7 മണിക്ക് അജ്മീർ മൗലൂദ് പാരായണവും ശനിയാഴ്ച രാവിലെ 6 മുതൽ 8 മണി വരെ ഖത്തുൽ ഖുറാൻ മൗലീദ് മജ്ലിസ്, തുടർന്ന് 10 മണി മുതൽ 1 മണി വരെ മഹാ അന്നദാനവും നടക്കും. തുടർന്ന് 4 മണിക്ക് ബുർദ മജ്ലിസ്, വൈകിട്ട് 7 മണിക്ക് ആത്മീയ സമ്മേളനം. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്പുറം മൊയ്തീൻകുട്ടി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കും. വെട്ടിക്കാട്ടിരി മഹല്ല് ഖത്തീബ് സൈഫുദ്ദീൻ നൂസ്രിസ ആദി വിളിയങ്കോട് ഉദ്ഘാടനം ചെയ്യും. മുസ്തഖ സവായി തന്നല മുഖ്യപ്രഭാഷണം നടത്തും. അൻവർ ഷാ തങ്ങൾ, ഐദ്രോസി, നീലഗിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ മുഹമ്മദ് സാദിഖ് തങ്ങൾ, MS മുഹമ്മദ്, KS മുഹമ്മദ് അലി, അബ്ദുൾ റഹിമാൻ കല്ലേക്കുണ്ടിൽ, സ്വാലിഹ് ഇർഷാദി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2007 മുതൽ ആരംഭിച്ച നേർച്ച അതിവിപുലമായി ഈ വർഷങ്ങളിലെല്ലാം നടന്നു വരികയാണ്. ഈ വർഷവും അതിൻ്റെ ഭാഗമായി ആണ്ടുനേർച്ചയും ദുആ സമ്മേളനവും അതിവിപുലമായി തന്നെ നടത്തുവാൻ സ്വാഗത സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 26, 27 വെള്ളി ശനി തീയതികളിലായി മക്കാമംഗലത്തിൽ വെച്ച് അതിവിപുലമായ പരിപാടികളാണ് സ്വാഗത സംഘം പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മർഹൂം കുഞ്ഞിത്തങ്ങൾ
നഫറല്ലാഹു മർക്കദഹു ശ്രീ പുഷ്കര മക്കാം സിയാറത്ത് അതോടുകൂടെ ആരംഭിക്കുന്ന പരിപാടി 5 മണിക്ക് സയ്യിദ് ഇസ്മായിൽ ഉണ്ണിക്കോയത്തങ്ങൾ വെട്ടിക്കാട്ടി പതാക ഉയർത്തുന്നതോടുകൂടെ നമ്മുടെ ഈ ആണ്ട് നേർച്ചയ്ക്ക് പ്രാരംഭം കുറിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചരമം. ഷൊർണൂർ നഗരസഭ സാനിറ്റേഷൻ വർക്കർ മഞ്ഞക്കാട് നായാടിക്കുന്നത്ത് സഫീദ നിര്യാതയായി. 46 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി ശ്വാസതടസ്സം അനുഭവപ്പെട്ട സഫീദയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് ശ്രീനിവാസൻ, മക്കൾ ശ്രീജിത്ത്, സ്നേഹ. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷൊർണൂരിലെത്തിച്ച മൃതദേഹം നഗരസഭാ കാര്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മഞ്ഞക്കാട്ടെ വീട്ടിലെത്തിച്ചത്. സംസ്കാരം ശാന്തി തീരത്ത് നടന്നു. മാറ്റുലി. പുതുതലമുറ വോട്ടിന്റെ പ്രാധാന്യം തിരിച്ചറിയില്ലെന്ന നിരീക്ഷണം പ്രസക്തമാണ്. ജെൻസി വിഭാഗക്കാരിൽ പൗരബോധമില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഹിസ്റ്ററി എന്നത് പുതുതലമുറക്ക് ഒരു വൃത്തികെട്ട സാധനമായിട്ട് തോന്നി. അതാ ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിൽ പല കൊള്ളരായ്മയും ആണ് ജനങ്ങൾ പുതുതലമുറ കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വോട്ടിനോട് താല്പര്യമില്ല. രാഷ്ട്രീയ പാർട്ടി തന്നെ വേണ്ടെന്നുള്ളത്. പൊതുവേ നമ്മുടെ ഇപ്പോൾ കാണുന്ന രാഷ്ട്രീയ മനോഭാവത്തോട് യുവതലമുറക്ക് വളരെ കുറഞ്ഞ താല്പര്യം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് നമ്മുടെ വോട്ടിംഗ് രീതികളെല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായ രാഷ്ട്ര നിലപാടൊന്നും യുവതലമുറയുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ വ്യക്തമല്ല. സി ജനറേഷൻ എന്ന് പറയുന്നൊരു വിഭാഗം വേണമെങ്കിൽ ഒരു വോട്ട് ചെയ്യാം എന്നതിനപ്പുറം വേറൊരു കാഴ്ചപ്പാടിലേക്കും പോകാത്ത തരത്തിലാണ് ഇന്നത്തെ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു അരാഷ്ട്രീയ ഭാഗത്തിൻ്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലം കൂടെ കടന്നു വരികയാണ്. അത് ജനാധിപത്യ ബോധത്തിൽ വരുന്ന വലിയ മൂല്യത്തകർച്ചയ്ക്ക് കാരണമാകും എന്ന് കൂടെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും അറിയണം, വോട്ടിൻ്റെ പ്രാധാന്യം അറിയണം. നല്ല ജനാധിപത്യം നിലനിൽക്കുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിലെ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറും എ പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ. ജനങ്ങളെ കേട്ട് ചേർത്തു നിർത്തി മുന്നോട്ടു പോകുമെന്ന് എ പ്രസാദ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി കപ്പൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച TK സുനിൽകുമാറിനെ തിരഞ്ഞെടുത്തു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിളംബരമായി ക്രിസ്തുമസ്. ലോകം ആഘോഷ നിറവിൽ. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിൽ പങ്കെടുത്തത് 10,000. വർണ്ണാഭമായി കുളപ്പുള്ളി അന്തിമഹാകാളൻകാവ് താലപ്പൊലി. പൈങ്കുളത്ത് റോഡ് നവീകരണം തടഞ്ഞ നാട്ടുകാർ. നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആക്ഷേപം. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം 3 മാസത്തിലേറെയായി സ്തംഭനാവസ്ഥയിൽ. കുളപ്പുള്ളി IPT പരിസരത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് വാടാനംകുറിച്ചി സ്വദേശി ആനന്ദൻ. അപകടം ബൈക്കും KSRTC ബസും കൂട്ടിയിടിച്ച്. നെല്ലിയാമ്പതിക്കിത് വിളവെടുപ്പ് കാലം. ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ ശീതകാല പച്ചക്കറി വിളവെടുപ്പ് തുടങ്ങി. ഫാമിലെ ഓറഞ്ച് തോട്ടങ്ങളിൽ ഇടവേളയായി ശീതകാല പച്ചക്കറി കൃഷി നടത്തുന്നത് 10 ഏക്കറോളം സ്ഥലത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.